നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു അനുകൂല സാഹചര്യം പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് നൽകുന്നത്. അമേരിക്കൻ ഇൻഡെക്സുകൾ 2% മുകളിൽ ട്രേഡ് ചെയ്യുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് പരസ്പരം കുറയ്ക്കുന്നതിന് വേണ്ടി രണ്ട് രാജ്യങ്ങളും ധാരണയിലെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കൂടാതെ ചൈനയും അമേരിക്കയും പരസ്പരം ഏർപ്പെടുത്തിയ താരിഫുകൾ 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള താരിഫ് 145% നിന്നും 30% കുറയ്ക്കുമെന്ന് US പറയുന്നുണ്ട്. അതുപോലെ തന്നെ US ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള താരിഫ് 125% നിന്നും 10% കുറയ്ക്കുമെന്ന് ചൈനയും പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഇൻഡെക്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഡോ ജോൺസ് 2.34%, S&P 2.5%, നാസ്ഡാക്ക് 3% മുകളിലും ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ക്രൂഡിൻ്റെ വിലയിലും വർധനവ് പ്രകടമായിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില 2.88% ഉയർന്നു. ബോണ്ട് വിപണിയിൽ 10 വർഷത്തെ ട്രഷറി ഈൽഡ് 4.45% നിന്നും 4.37% കറക്റ്റ് ആവുകയും 2 വർഷത്തെ ട്രഷറി ഈൽഡ് 3.88% നിന്നും 3.99% ഉയരുകയും ചെയ്തു. ഇനി പ്രതീക്ഷിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 മോശം പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്ന 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് വോൾട്ടാസ്, രണ്ടാമത്തേത് ബ്ലൂ സ്റ്റാർ. ഈ 2 കമ്പനികളും കൂളിംഗ് സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളാണ്. വോൾട്ടാസ് കഴിഞ്ഞ ദിവസം 1267 രൂപയ്ക്കടുത്തും ബ്ലൂ സ്റ്റാർ 1625 രൂപയ്ക്കടുത്തും ക്ലോസിംഗ് നൽകി. ഇപ്രാവശ്യത്തെ സമ്മർ സീസൺ പൊതുവെ ദുർബലമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂളിംഗ് പ്രൊഡക്റ്റുകളുടെ സെയിൽസിൽ 30% ഇടിവ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 കൂളിംഗ് സെഗ്മെൻറ്റിലെ ഈ 2 കമ്പനികളും മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വാർണിംഗ് നൽകുന്നത്. ബ്ലൂ സ്റ്റാറിൽ നിന്നും ഏകദേശം 20% വളർച്ചയായിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അതേസമയം 5% വളർച്ച മാത്രമാണ് ഏപ്രിൽ മാസത്തിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജുകളെല്ലാം ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. JM ഫിനാൻഷ്യൽ 2015 നിന്നും 1900-ലേക്കും, ജെഫ്രീസ് 2230 നിന്നും 1900-ലേക്കും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെൻട്രം ബ്രോക്കേജ് ഏജൻസി 1725 രൂപയിലേക്കാണ് ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വോൾട്ടാസിൻ്റെയും ടാർഗറ്റ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും റെഡ്യൂസ് ചെയ്തു. JM ഫിനാൻഷ്യൽ 1470 നിന്നും 1405-ലേക്ക് ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തു. സെൻട്രം ബ്രോക്കിംഗ് 1430 നിന്നും 1390-ലേക്ക് ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജെഫ്രീസ് 1990 നിന്നും 1790-ലേക്കും, നമൂറ 1404 നിന്നും 1290-ലേക്കുമാണ് ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വോൾട്ടാസിൻ്റെ സെഗ്മെൻ്റൽ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ Q4 മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കൈവരിച്ചത്. സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 13% വർദ്ധിച്ച് 4770 കോടിയായിട്ടുണ്ട്. യൂണിറ്ററി കൂളിംഗ് പ്രൊഡക്ട്സിൻ്റെ സെയിൽസിൽ 17% വളർച്ച കൈവരിക്കുകയും 3460 കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇലക്ട്രോ മെക്കാനിക്കൽ പ്രൊജക്റ്റ് ആൻഡ് സർവീസ് സെഗ്മെൻറ്റിൽ 4% വളർച്ച കമ്പനി കൈവരിച്ചു. ഗ്രോസ് മാർജിൻ 21.4% ഉയരുകയും ചെയ്തു. വോൾട്ടാസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 107% വർദ്ധിച്ച് 240 കോടിയായി മാറി. അതേസമയം ഇപ്രാവശ്യത്തെ സമ്മർ സീസൺ ദുർബലമായതുകൊണ്ടാണ് വരും സമയങ്ങളിൽ വോൾട്ടാസ് മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നത്. ബ്ലൂ സ്റ്റാറിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആകുന്ന രീതിയിലാണ്. ബ്ലൂ സ്റ്റാറിൻ്റെ റവന്യൂ 21% വർദ്ധിച്ച് 4020 കോടിയായി മാറുകയും EMPA സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ 31% വർദ്ധിച്ച് 1970 കോടിയായി മാറുകയും ചെയ്തിരുന്നു. യൂണിറ്ററി പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ 15% വർദ്ധിച്ച് 1960 കോടിയായി മാറിയിട്ടുണ്ട്. ഇവിടെ ബ്ലൂ സ്റ്റാറിൻ്റെ എബിറ്റ മാർജിൻ 7 ബേസിസ് പോയിൻ്റ് ഇടിയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ ബ്ലൂ സ്റ്റാർ 21% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 190 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം RSC ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന സെയിൽസ് 15 മുതൽ 20% ഇടിയുകയും ചെയ്തു.
ബ്ലൂ സ്റ്റാറിൻ്റെ പ്രൈമറി സെയിൽസിൽ 5%, സെക്കൻഡറി സെയിൽസിൽ 30% ഇടിവാണ് വന്നത്. 30%-നടുത്ത് സെയിൽസ് ഗ്രോത്ത് പ്രതീക്ഷിച്ചെടുത്ത് 5%-നടുത്തുള്ള സെയിൽസാണ് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് സ്റ്റോക്കുകളും അണ്ടർ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും രണ്ട് സ്റ്റോക്കുകളും വീക്കാണ്. വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം 1900-ൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 1200-നടുത്തെത്തിയിരുന്നു. ഇപ്പോഴും സ്റ്റോക്ക് 1267-നടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 1300, 1500 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിക്കും. സമാനമായ സിറ്റുവേഷനാണ് ബ്ലൂ സ്റ്റാറിനുള്ളത്. വോൾട്ടാസിനേക്കാളും വീക്കായിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ നമുക്ക് ബ്ലൂ സ്റ്റാറിൽ കാണാൻ സാധിക്കും. ആൾറെഡി സ്റ്റോക്ക് സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ആഴ്ചയായി സ്റ്റോക്ക് തുടർച്ചയായി ഇടിയുകയുമാണ്. 1600 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ 1500 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് കൂടി നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ 1280, 1200 വരെ സ്റ്റോക്ക് ഇടിയാനും സാധ്യതയുണ്ട്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും കഴിഞ്ഞ മാസം ബ്ലൂ സ്റ്റാറിൽ ഒരു ഹെവി സെല്ലിംഗ് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ക്യാൻഡിലും ബിയറിഷ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്